ഒരു കേക്ക് ഞാനായിട്ട് ബോർഡ് എടുത്തപ്പോൾ ഇതേ ബോർഡ് കിണമണിന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് മറ്റൊരു ബോർഡ് എടുത്തു. അതും ഇങ്ങനെ തന്നെ അങ്ങനെ അടുപ്പിച്ചൊരു 3-4 ബോർഡ് എടുത്ത് അതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നത്. പണി കിട്ടിയ മറ്റൊന്നുമല്ല. ഇപ്പം ഞാൻ ബോർഡ് വാങ്ങിച്ചപ്പോഴേക്കും നേരെ വണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ബോർഡും ഇതുപോലെ തന്നെ കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അതിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത് 1 കിലോ വെയിറ്റ് വരുന്ന ഒരു ഗ്രീൻ വെൽവെറ്റ് കേക്കാണ് കേട്ടോ. കേക്കിന് വേണ്ടിയിട്ട് സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 4 മുട്ട ഉപയോഗിച്ചാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. 4 ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെയാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഹൈറ്റിൽ കേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്സ് കൊടുക്കുന്ന ഈ ഒരു രീതിക്കാണ് കേട്ടോ. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാ ലെയറിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ 4 ലെയറും വെച്ച് ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന് യൂസ് ചെയ്യുന്ന സിറപ്പ് നോർമൽ ആയിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ക്രം കോട്ട് ചെയ്ത് കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ക്രീമിലേക്ക് കുറച്ച് ലെമൺ യെല്ലോ കളർ ആഡ് ചെയ്താണ് കേട്ടോ നമ്മളിത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതൊരു പക്ക കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് ഫോണ്ടൻ്റ് വർക്കൊക്കെയാണ് കേട്ടോ ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മുകളിൽ ഡ്രിപ്പ് മാതിരി ഗണാഷ് കൊടുക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിലേക്ക് ഗ്രീൻ കളറും യെല്ലോ കളറോടെ ആഡ് ചെയ്ത് ഒരു പിസ്ത ഗ്രീൻ കളറിലാണ് കേട്ടോ നമ്മൾ ഗണാഷ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഡ്രിപ്പ് മാതിരി കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ഈ ഡ്രിപ്പും ഒഴുകി താഴെ വരെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം പിന്നെ കുറച്ച് ഫോണ്ടനിൽ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഏജ് നമ്മൾ ഫോണ്ടനിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള ഹണി ബീസിനെ നമ്മൾ ഫോണ്ടനിൽ എഡിബിൾ പെൻ ഉപയോഗിച്ചാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ തന്ന കേക്കിലുള്ള ആ ഒരു ടെടിയെ നമുക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതാണ്ട് അതുപോലെ സെയിം തന്നെ ഒരു ടെടിയാണ് കേട്ടോ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. ടെടി മാത്രം നമ്മൾ ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഫോണ്ടനിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈൻ വെച്ച് കൊടുത്തിട്ടുള്ള ഫോണ്ടനിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.